കോഴിക്കോട് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. അപകടത്തിന്റെ വാർത്തയാണ്. കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം എലോക്കരയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നു. പുലർച്ചെ 3:30 തീപിടുത്തമുണ്ടായത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. മിഥില ബാലനുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ദൃശ്യങ്ങളിൽ വലിയ തീപിടുത്തമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇത് ഫാക്ടറി അതിനോട് ചേർന്ന് ജനവാസ മേഖലയുള്ള ഇടമാണോ? ഇപ്പോഴെങ്ങനെയാണ് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ എവിടെ വരെ എത്തിയിരിക്കുന്നു? ഗോകുലെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ഒരു അപകടത്തിന്റെ വാർത്തയാണ് കോഴിക്കോട് നിന്നും നൽകാനുള്ളത്. താമരശ്ശേരിയാണ്. താമരശ്ശേരി എലോക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിലാണ് ഇത്തരത്തിലുള്ള വലിയ തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 3:30 നിലവിലിപ്പോൾ 6 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തുണ്ട്. ജനവാസ മേഖലയിലാണോ എന്ന് ചോദിച്ചാൽ ജനവാസ മേഖലയിലല്ല, ഒരു എസ്റ്റേറ്റിന് സമീപമാണ്. അതേസമയം തന്നെ ദേശീയപാതയോരത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ആണ് അതിലുള്ളത്. തീപിടുത്തമുണ്ടായപ്പോൾ അത് ആളി പടരുകയായിരുന്നു. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പുക ഉയരുന്നുണ്ട്. തീ നിയന്ത്രണ വിധേയമല്ല നിലവിലും. എന്നിരുന്നാൽ പോലും ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അത്ര ശക്തമായപ്പോൾ തീ അവിടെ ഇല്ല എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. അതേസമയം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നതാണ്. MRM എക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. ഓഫീസിലും പ്ലാന്റിലുമായി 75ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. 75ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. നിലവിൽ ആളപായമൊന്നും അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഓഫീസ് ഉൾപ്പെടുന്ന 3 നില കെട്ടിടം പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു പിക്കപ്പ് വാനും കത്തി നശിച്ചിട്ടുണ്ട്. താമരശ്ശേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താമരശ്ശേരി ഫയർഫോഴ്സ് യൂണിറ്റ് ഇല്ല. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മറ്റിടങ്ങളിൽ പ്രത്യേകിച്ച് മുക്കത്ത് നിന്നും നരിക്കുനിയിൽ നിന്നും കോഴിക്കോട് നിന്നുമെല്ലാമാണ് ഫയർഫോഴ്സ് യൂണിറ്റ് അങ്ങോട്ട് എത്തിയത്. അത് ഇവിടെ നിന്നും അങ്ങോട്ട് ഓടിയെത്താനുള്ള ഒരു സമയം അത് ആളിക്കത്താൻ കാരണമായിട്ടുണ്ട്. വലിയ ഒരു പ്രതിസന്ധിയാണ്. നമുക്കറിയാം, എപ്പോഴും താമരശ്ശേരി ഭാഗത്ത് തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അവിടെ പ്രദേശവാസികളെല്ലാം ആവശ്യപ്പെടുന്ന കാര്യം എന്നത് താമരശ്ശേരിയിൽ ഒരു ഫയർ യൂണിറ്റ് വേണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇക്കാലം അത്രയായിട്ടും നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം അവതരിപ്പിച്ച ഒരു കാര്യമാണ്. എന്നിട്ട് പോലും താമരശ്ശേരിയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള ഒരു നടപടിയും ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നിലവിലിപ്പോൾ മുക്കത്ത് നിന്ന് 2 യൂണിറ്റ്, ഒപ്പം തന്നെ നരിക്കുനിയിൽ നിന്ന് 2 യൂണിറ്റ്, വെള്ളിമാടുകുന്ന് 2 യൂണിറ്റ്, അങ്ങനെ 6 യൂണിറ്റ്, മുക്കം, നരിക്കുനി, വെള്ളിമാടുകുന്ന് എന്നിവിടങ്ങളിൽ നിന്ന് 6 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ സ്ഥലത്തുള്ളത്. അവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 3:30 ഈ ഒരു സംഭവം ഉണ്ടായത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, തീ ആളിക്കത്തുന്ന കാഴ്ചയാണ് അവിടെ നിന്നും നൽകാനുള്ളത്. ഗോകുൽ ചോദിച്ച ഒരു ചോദ്യം എന്നത് ജനവാസ മേഖല, ഇതൊരു പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റാണ്, തൊട്ടടുത്ത് ആൾപ്പാർപ്പില്ല എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്നും പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരം. അതേസമയം ദേശീയപാതയുടെ സമീപത്താണ്. തീ അണയ്ക്കാനുള്ള ഊർജിതമായ ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ഭാഗത്തുനിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു പിക്കപ്പ് വാൻ സമീപത്തുണ്ടായിരുന്നു. ആ പിക്കപ്പ് വാനും കത്തി നശിച്ചിട്ടുണ്ട്. ഈ താമരശ്ശേരി, ഈങ്ങാപ്പുഴ എന്നിവിടങ്ങളിലൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ അത് വലിയൊരു ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് താമരശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം. മിഥില, കാര്യമായി പുകയുയരുന്നുണ്ടല്ലോ. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണല്ലോ തീ പിടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും. നിലവിലിപ്പോൾ അവിടുത്തെ സാഹചര്യം എന്നത് JCB കൊണ്ടുവന്ന് അവിടെ നിന്നും ആ പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ മാറ്റുകയാണ്. ആ മാറ്റുന്ന സമയത്ത് ഉൾവശങ്ങളിലേക്ക് പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ ഉൾവശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ തീ ആളിപ്പടരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ JCB യൂണിറ്റ് കൂടി എത്തിച്ചിട്ടുണ്ട്. JCB ഉപയോഗിച്ചാണ് അവിടെ നിന്നും ഇപ്പോൾ സാധനങ്ങൾ, ഈ പ്ലാസ്റ്റിക് എല്ലാം അവിടെ നിന്നും മാറ്റി തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 3:30 ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഇതിൽ ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി കൂട്ടാൻ കാരണം എന്നത് ആ പ്രദേശത്തേക്ക് ഫയർഫോഴ്സ് യൂണിറ്റ് ഇല്ല എന്നത് തന്നെയാണ്. നേരത്തെ നമുക്കറിയാം, അടിക്കടി നമ്മൾ പൊതുജനം കരുതല്ല എന്നതുൾപ്പെടെയുള്ള പരിപാടികളെല്ലാം തന്നെ നമ്മൾ ഈ വിഷയം കൊണ്ടുവന്നതാണ്, റിപ്പോർട്ട് ചെയ്തതാണ്, പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിന് അനുഭാവപൂർണ്ണമായ ഒരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗോകുൽ. ശരി മിഥില, താമരശ്ശേരിയിലാണ് പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റിൽ തീപിടുത്തമുണ്ടായത്. ഏതായാലും കനത്ത പുകയേറുന്നുണ്ട്. അവിടെ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല, അല്ലെങ്കിൽ തീ അണയ്ക്കാനായിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് പുലർച്ചെ മുതൽ ഇങ്ങോട്ട് തുടർന്നു പോരുകയാണ്. 3:30 തീപിടുത്തമുണ്ടായതെന്ന വിവരമാണ് മിഥില നൽകുന്നത്. ഒപ്പം താമരശ്ശേരി പ്രദേശത്ത് ഫയർഫോഴ്സ് യൂണിറ്റ് ഇല്ലാത്തതും ഇത്തരത്തിലുള്ള അഗ്നിശമന അല്ലെങ്കിൽ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാഹചര്യങ്ങളിൽ വലിയ വെല്ലുവിളിയാണ് എന്നതുകൂടിയാണ് മിഥില സൂചിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.